മധുസൂദനൻ 14 ലക്ഷം രൂപയാണ് KR ജെയിംസിന്റെ വയറ്റിലേക്കടുത്ത് ചലിക്കവട്ടത്തെ IS ജ്വല്ലറിയിൽ നിക്ഷേപിച്ചത്. ലാഭവിഹിതം നിക്ഷേപകർക്കായി വീതിക്കുമെന്നായിരുന്നു വാഗ്ദാനം. പ്രോനോട്ടും ചെക്കും നൽകിയും ലാഭവിഹിതം കൃത്യമായി നൽകിയും ഇയാൾ നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുത്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ 1 ലക്ഷം രൂപ കൂടി നിക്ഷേപിച്ചാൽ 25,000 രൂപ പ്രതിമാസം വാഗ്ദാനം ചെയ്തതോടെയാണ് തട്ടിപ്പാണോ എന്ന് സംശയം തോന്നിയതെന്ന് മഞ്ജു പറയുന്നു. പൊതുപ്രവർത്തകർ ഇടപെട്ടതോടെ സെപ്റ്റംബറിൽ 3 ലക്ഷം രൂപ തിരിച്ചുവിട്ടെങ്കിലും പിന്നീട് ഇയാളെ കാണാനും ബന്ധപ്പെടാനും ശ്രമിച്ചപ്പോൾ സാധിച്ചില്ലെന്ന് മഞ്ജു പറയുന്നു. എല്ലാ മാസവും 14-ാം തീയതി എനിക്ക് പണം തന്നുകൊള്ളാനുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആദ്യ ഗഡു ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇയാളത് എഴുതി സൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ എനിക്ക് ആ പറയുന്ന ഡേറ്റിലൊന്നും എനിക്ക് പണം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 3 മാസമായി ജ്വല്ലറി പൂട്ടിക്കിടക്കുകയാണ്. കബളിപ്പിക്കപ്പെട്ടുവെന്ന് ബോധ്യമായതോടെ പോലീസിനെ സമീപിച്ചെങ്കിലും കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്നാണ് ഇവരുടെ പരാതി. ഇന്ന് 15 ദിവസമായിട്ടും യാതൊരുവിധ ഇതുമില്ല. അപ്പൊ എനിക്കിതില് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല നീതി കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. തട്ടിപ്പിനിരയായവരിൽ 35 ലക്ഷം നിക്ഷേപിച്ച വൈദികനും 8 ലക്ഷം നിക്ഷേപിച്ച കൈക്കോൺ ജീവനക്കാരനും റിട്ടയേർഡ് എസ്ഐയുമുണ്ട്. പക്ഷെ നാണക്കേട് ഭയന്നാണ് ഇവരൊന്നും പുറത്തു പറയാത്തതെന്ന് ഈ വീട്ടമ്മ പറയുന്നു. പൊന്നൂരിന്റെ ആശ്രമം പള്ളിയിലെ അച്ഛൻ അവിടുത്തെ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള കുറെ അന്തേവാസികളുടെ ഒരു 35 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ അറിയാം. അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഫ്ലാറ്റിലുള്ള ആൾക്കാർ പറഞ്ഞു, അങ്ങനെ ഞാൻ അറിഞ്ഞത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഇയാളെ അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ ജനങ്ങൾ അവിടെ വരുന്നുണ്ടായിരുന്നു. സ്ഥലം വിറ്റുവിറ്റ് നടത്തിയ നിക്ഷേപം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയെങ്കിൽ എന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഈ വീട്ടമ്മ.